ഓസ്ട്രേലിയയിൽ പഠിച്ച് നല്ല ജോലി നേടാനും പിന്നീട് പെർമനന്റ് റെസിഡൻസി സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്കും കുടുംബാംഗങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഓസ്ട്രേലിയൻ സർക്കാർ ഇമിഗ്രേഷൻ സംവിധാനം കൂടുതൽ കർശനവും സുതാര്യവുമാക്കുന്നതിനായി കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിന്റെ ഭാഗമായി ടെമ്പററി ഗ്രാജുവേറ്റ് വിസ അഥവാ സബ് ക്ലാസ് 485 വിസയിൽ നിരവധി പ്രധാന മാറ്റങ്ങളാണ് നിലവിലുള്ളത്. പ്രായപരിധി, ഇംഗ്ലീഷ് ഭാഷാ യോഗ്യത, വിസ മാറ്റുന്നതിനുള്ള നിയമങ്ങൾ, പഠനം കഴിഞ്ഞുള്ള ജോലി ചെയ്യാനുള്ള അവസരം എന്നിവയെല്ലാം ഈ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ പഠിക്കുന്നവരും ഇനി പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവരും ഈ വിവരങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ആദ്യം സബ് ക്ലാസ് 485 വിസയിലെ പ്രധാന മാറ്റം നോക്കാം. ഓസ്ട്രേലിയൻ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ പൂർത്തിയാക്കിയ ശേഷം ജോലി ചെയ്യാൻ ലഭിക്കുന്ന പോസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ വർക്ക് സ്ട്രീമിലേക്ക് അപേക്ഷിക്കാനുള്ള പരമാവധി പ്രായം ഇപ്പോൾ സാധാരണയായി 35 വയസ്സാണ്. മുൻപ് 50 വയസ്സ് വരെ അപേക്ഷിക്കാൻ അവസരമുണ്ടായിരുന്നു. അതിനാൽ പല വിദ്യാർത്ഥികളെയും ഈ മാറ്റം നേരിട്ട് ബാധിക്കും. എന്നാൽ ഹോങ്കോങ് ബ്രിട്ടീഷ് നാഷണൽ പാസ്പോർട്ട് ഉടമകൾക്കും ചില മാസ്റ്റേഴ്സ് ബൈ റിസർച്ച് PhD ബിരുദധാരികൾക്കും നിലവിലുള്ള നിയമപ്രകാരം ചില ഇളവുകൾ ലഭ്യമാണ്. അതോടൊപ്പം സബ് ക്ലാസ് 485 വിസയുടെ അപേക്ഷാ ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ വിസ ഫീസ് സമയാസമയങ്ങളിൽ പുതുക്കുന്നതിനാൽ അപേക്ഷ നൽകുന്നതിന് മുൻപ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഏറ്റവും പുതിയ ഫീസ് പരിശോധിക്കുന്നത് നല്ലതാണ്. അടുത്ത പ്രധാന മാറ്റം വിസ ഹോപ്പിംഗ് സംബന്ധിച്ചാണ്. മുൻപ് ചില വിദ്യാർത്ഥികൾ പഠനം കഴിഞ്ഞ് 485 വിസയിൽ കഴിയുമ്പോൾ മറ്റൊരു കോഴ്സിൽ ചേർന്ന് വീണ്ടും സ്റ്റുഡന്റ് വിസയിലേക്ക് മാറുകയുണ്ടായിരുന്നു. എന്നാൽ ഇനി അത് സാധ്യമല്ല. 485 വിസ ഉള്ളവർക്ക് ഓസ്ട്രേലിയയിൽ ഇരുന്നു കൊണ്ട് വീണ്ടും സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. അതിനാൽ വിസ കാലാവധി തീരുന്നതിന് മുൻപ് സ്കിൽഡ് മൈഗ്രേഷൻ പോലെയുള്ള അടുത്ത വിസയിലേക്ക് മാറാനുള്ള യോഗ്യത നേടുകയോ അല്ലെങ്കിൽ നിയമാനുസൃതമായ മറ്റൊരു മാർഗം തിരഞ്ഞെടുക്കുകയോ വേണം. ഇനി ഇംഗ്ലീഷ് ഭാഷാ യോഗ്യതയെ കുറിച്ച് നോക്കാം. സബ് ക്ലാസ് 485 വിസയ്ക്ക് അപേക്ഷിക്കാൻ ഇപ്പോൾ IELTS ഓവറോൾ 6.5 ബാൻഡ് നിർബന്ധമാണ്. കൂടാതെ ലിസണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എന്നീ 4 വിഭാഗങ്ങളിലും കുറഞ്ഞത് 5.5 ബാൻഡ് വീതം വേണം. മറ്റൊരു പ്രധാന മാറ്റം IELTS ഉൾപ്പെടെയുള്ള അംഗീകൃത ഇംഗ്ലീഷ് പരീക്ഷയുടെ ഫലം വിസ അപേക്ഷിക്കുന്നതിന് മുൻപുള്ള 12 മാസത്തിനുള്ളിൽ നേടിയതായിരിക്കണം. പഠനം കഴിഞ്ഞുള്ള ജോലി ചെയ്യാനുള്ള കാലാവധിയിലും ചില മാറ്റങ്ങളുണ്ട്. സബ് ക്ലാസ് 485 വിസയുടെ കാലാവധി വിദ്യാർത്ഥി പഠിച്ച കോഴ്സിനെയും യോഗ്യതയും ആശ്രയിച്ചായിരിക്കും. ബാച്ചുലേഴ്സ്, മാസ്റ്റേഴ്സ് ബൈ കോഴ്സ് വർക്ക്, മാസ്റ്റേഴ്സ് ബൈ റിസർച്ച്, PhD എന്നിവയ്ക്ക് വ്യത്യസ്ത കാലാവധിയാണ് നിലവിലുള്ളത്. കൂടാതെ മുൻപ് ചില കോഴ്സുകൾക്കും റീജിയണൽ മേഖലയിലൂടെ ലഭിച്ചിരുന്ന അധിക പോസ്റ്റ് സ്റ്റഡി വർക്ക് എക്സ്റ്റൻഷൻ ഇപ്പോൾ ലഭ്യമല്ല. ഈ മാറ്റങ്ങൾ മലയാളി വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയിൽ പഠിച്ച ശേഷം PR നേടാനാണ് ലക്ഷ്യമെങ്കിൽ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വെറുതെ വിസ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഏതെങ്കിലും ജനറൽ ഡിപ്ലോമയോ ബിസിനസ് കോഴ്സോ തിരഞ്ഞെടുക്കുന്നത് ഇനി നല്ല തീരുമാനമല്ല. പകരം കോർ സ്കിൽ ഒക്കുപേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട തൊഴിലുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം. നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, സോഷ്യൽ വർക്ക്, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, ടീച്ചിംഗ്, കൺസ്ട്രക്ഷൻ, ട്രേഡ്സ് തുടങ്ങിയ മേഖലകളിൽ പഠനം പൂർത്തിയാക്കുന്നവർക്ക് പിന്നീട് സ്കിൽ അസസ്മെന്റ് നടത്തി സബ് ക്ലാസ് 189, 190, 491 പോലെയുള്ള സ്കിൽഡ് മൈഗ്രേഷൻ PR വഴികളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇതിനോടൊപ്പം ജെനുവിൻ സ്റ്റുഡന്റ് പരിശോധനയും ഇപ്പോൾ കൂടുതൽ കർശനമാണ്. അതിനാൽ ഓസ്ട്രേലിയയിൽ പഠിക്കാനാണ് യഥാർത്ഥ ഉദ്ദേശമെന്ന് തെളിയിക്കാൻ ഓരോ വിദ്യാർത്ഥിക്കും കഴിയണം. അതുകൊണ്ട് ഏജന്റുമാർ മാത്രം പറയുന്നത് വിശ്വസിക്കാതെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് പ്രസിദ്ധീകരിക്കുന്ന ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിച്ച ശേഷമേ തീരുമാനങ്ങൾ എടുക്കാവൂ. അവസാനമായി 3 കാര്യങ്ങൾ ഓർക്കാം. 1. പ്രായപരിധിയും ഇംഗ്ലീഷ് ഭാഷാ യോഗ്യതയും മുൻകൂട്ടി പരിശോധിക്കുക. 2. ഭാവിയിൽ PR ലഭിക്കാനുള്ള സാധ്യതയുള്ള മേഖലകളിലെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. 3. വിസ നീട്ടാൻ വേണ്ടി വീണ്ടും സ്റ്റുഡന്റ് വിസയിലേക്ക് മാറാമെന്ന പഴയ ധാരണ ഇനി ശരിയാകില്ലെന്ന് മനസ്സിലാക്കുക. ഓസ്ട്രേലിയ, കാനഡ, UK, US എന്നിവിടങ്ങളിലെ ഏറ്റവും പുതിയ വിസ നിയമങ്ങളും ഇമിഗ്രേഷൻ വാർത്തകളും കൃത്യമായി അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.